ആഹാരം ശരീരത്തിന് എപ്രകാരം പോഷക ഗുണമുള്ളതായി തീരുന്നുവോ അപ്രകാരം തന്നെ കർത്താവ് രക്ഷിതാവാകുന്ന യേശുക്രിസ്തു മനുഷ്യരുടെ ഹൃദയത്തിനും ആത്മാവിനും യോഗ്യനാണെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. തുടർന്ന് യേശു നൽകുന്ന ഒരു വലിയ വാഗ്ദാനം നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യേശു പറയുന്നു, യേശുവിങ്കിലേക്ക് വരുന്നതിലൂടെ നാം ജീവന്റെ അപ്പത്തിൽ ഓഹരിക്കാരായി തീരുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ആത്മീകമായി ജീവൻ പ്രാപിപ്പാനുള്ള ഒരേ ഒരു മാർഗം ഇത് തന്നെയാണ്. യേശുവിങ്കിലേക്ക് വരിക, അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 5-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം